ഹലോ. അപ്പോൾ ഞാനിപ്പോൾ ഈ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് പ്രേഴ്സനെ കാണിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ മയിലാട്ടി വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആകാനായിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 6 മണി ആയില്ല, 5:45 ആയിട്ടുണ്ട്, ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ 6:15 ഓട്ടോ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും കാശിയും രാധികേച്ചിയും അജുവും. രാധികേച്ചി സ്കൂട്ടിയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മൂന്നുപേരും കൂടി ഓട്ടോയിലാട്ടോ പോകുന്നുള്ളത്. കാരണം കുറച്ച് സാധനമുണ്ട് അങ്ങോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, ബാഗും അതേപോലെ ബാസ്ക്കറ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഓട്ടോയിൽ എടുത്തിട്ട് വേണം നമുക്ക് പോവാൻ. അപ്പോൾ ഈ 6:15 ഓട്ടോ വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണാടിയിലെ മുമ്പിലെ പ്രസനെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഗൈസ്. അപ്പോൾ ബാഗ് ഞാൻ ഇതെൻ്റെ ബാഗാട്ടോ. അപ്പോൾ രാധികച്ചിക്കുള്ള ബാഗും കാര്യങ്ങളൊക്കെ വേറെയുണ്ട്. അങ്ങനെ നമ്മൾ അതും എടുത്ത് ഓട്ടോയിൽ കയറി. ഈ ഓട്ടോയിൽ നല്ല രസമുണ്ടായിരുന്നു. വെച്ചാൽ വൈകുന്നേരം ആയില്ലേ, 6 മണിയെല്ലാം കഴിഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു നല്ല മഴ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തണുത്ത കാറ്റ്, തണുത്ത ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. മൊത്തത്തിൽ നല്ലൊരു വൈബായിരുന്നു ഓട്ടോയിൽ പോകാൻ. പിന്നെ ചെറിയൊരു ചാറ്റൽ മഴയും, അത് നല്ല രസമുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കാശിയും ഫുള്ള് ചില്ലടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം കാശി കുറേ ദിവസമായിട്ട് വീട്ടിൽ തന്നെ, ഇപ്പോൾ വണ്ടിയിലും എവിടെ പുറത്തൊന്നും പോക്കില്ലല്ലോ, മഴയായിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ. അങ്ങനെ അവന് ഇങ്ങനെ പുറത്തുള്ള കാഴ്ചയെല്ലാം നോക്കിക്കൊണ്ട് പോകുന്നുണ്ടായിട്ട് നല്ല രസമുണ്ടായിരുന്നു പോകാൻ. അപ്പോൾ അജ്ജു സൈഡിലിരുന്നിട്ടുണ്ട്. അങ്ങനെ രാധികേച്ചി നമുക്ക് മുന്നേ പോകാം കേട്ടോ. അപ്പോൾ ഞാനും അജ്ജും കാശിയും നമ്മൾ ഫസ്റ്റ് എത്തി. രാധികേച്ചി എത്താൻ വേണ്ടി ലേറ്റ് ആയിട്ടോ. കാരണം രാധികേച്ചിക്ക് കുറച്ച് പൊയിനച്ചിന്ന് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അവർ അവിടെ വണ്ടി നിർത്തി സൂപ്പർ മാർക്കറ്റിൽ കയറി. അങ്ങനെ അവരെ പണിയെല്ലാം കഴിഞ്ഞിട്ട് അവർ വന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് നല്ല പണി കിട്ടി. നമ്മളെ കയ്യിൽ ചാവി ഉണ്ടായിരുന്നില്ല, ഗേറ്റിൻ്റെ ചാവിയില്ല, വീടിൻ്റെ ചാവിയില്ല. വീടിൻ്റെ ചാവിയില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഗേറ്റിൻ്റെ ചാവി കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷേ രണ്ടുമില്ല. അങ്ങനെ നമ്മൾ ഓട്ടോ എന്താക്കി, നമ്മൾ അവിടെ ഇറക്കിയിട്ട് നമ്മൾ ഓട്ടോ നിന്ന് ഇറങ്ങിയിട്ട് ആ സാധനമെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ട് നമ്മൾ ഓരോന്നായിട്ട് കൊണ്ടുവെക്കുന്നുണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ കൊണ്ടുവെക്കണമെങ്കിൽ ചാവി വേണം. പക്ഷേ രാധികേച്ചി വരാത്തതുകൊണ്ട് ചാവിയില്ല. നമ്മൾ എന്നിട്ട് എങ്ങനെയല്ല അജ്ജു മതിൽ ചാടി തുള്ളി കൈസ് അപ്പുറത്തേക്ക് വീടിനുള്ളിലേക്ക് ചാടിയിട്ട് ഞാൻ ഓരോരോ സാധനം ഇടുന്നവന് എടുത്തു കൊടുക്കുകയാട്ടോ ചെയ്തത്. എന്നിട്ട് സാധനമെല്ലാം അകത്താക്കി. പക്ഷേ അജ്ജു അകത്തായി. പക്ഷേ മഴ പിടിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുള്ളത് കാരണം എന്താക്കേണ്ടതെന്നൊരു ഒരു നിവൃത്തിയില്ല. കാരണം ചുറ്റുപാടും നമുക്കങ്ങനെ പരിചയമില്ലല്ലോ. കയറി പോവാം, പ്രശ്നമൊന്നുമില്ല. ഞാൻ അങ്ങനെ പോയിട്ടാ. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അജ്ജു പറഞ്ഞു പ്രതിമാൻ്റെ ഇപ്പുറത്തെ കൂടി മതിൽ തുള്ളെന്ന് പറഞ്ഞ് സൈഡേ കൂടി. അപ്പം ഞാനും കാശിയും പിന്നെ നേരെ വീടിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ആടെ കുറച്ച് എനിക്ക് കയറി തുള്ളാൻ പറ്റുന്ന പോലെയുള്ള ഒരു ഭാഗമുണ്ട്. അപ്പോൾ അടുത്തേക്ക് ഞാൻ കാശിനെയും കൊണ്ട് പോയിട്ട്, അപ്പോൾ കാശീനെ അജ്ജുനെ നടന്ന് കൊടുത്തു കഴിഞ്ഞാൽ അജ്ജു കാശിനെ നടന്ന് വാങ്ങിക്കും. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് കയറാമല്ലോ. എനിക്ക് കാശിനെ കൊണ്ട് കയറാൻ പറ്റില്ല. ആ സമയത്താണ് രാധികേച്ചി വന്നത്. ഞാൻ എല്ലാം നീക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് രാധികേച്ചി വന്നു. അങ്ങനെ ഞാൻ വീണ്ടും അപ്പുറത്തേക്ക് തന്നെ പോയി. അങ്ങനെ അവർ വന്നു, കെട്ടും പാണ്ടെല്ലാം എടുത്തുള്ളിൽ കൊണ്ടുവച്ചാൽ നമ്മൾ വീട്ടിനുള്ളിൽ കയറി കേട്ടോ. സമയം 7 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കാശിയുടെ എത്തിപ്പാടെ ഓനോൻ്റെ ഒരു മെയിൻ ഒരു സ്ഥലമുണ്ട്. ആ ബെഡ്റൂമിൻ്റെ അറ്റത്ത് സൈഡിലൊരു സ്വിച്ചും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുന്ന് കുറേ കളിച്ചു. അങ്ങനെ പിന്നെ വീണ്ടും ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ പ്രസനം തുടങ്ങി. അപ്പോൾ ബാഗൊക്കെ അവിടെ വെച്ചെല്ലാം ഒന്ന് സെറ്റായി ഫുഡ് കഴിച്ചു. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.